ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഗുജറാത്തിലെ വഡോദരയിലാണുള്ളത്. നമ്മളിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതി എന്നറിയപ്പെടുന്ന ലക്ഷ്മി വിലാസ് പാലസ് കാണാനായിട്ടാണ് പോകുന്നത്. ഇത് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് ചാർജൊക്കെ കുറച്ച് കത്തിയാണ്. 250 രൂപയാണ് ഒരാൾക്ക്. വഡോദരയിൽ ജോലി ചെയ്യുന്ന അനുജൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് ഈ കൊട്ടാരം സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയത്. ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി. വഡോദര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. ഇനി കുറച്ച് ചരിത്രം പറയാം. കഥ അറിയാതെ ആട്ടം കണ്ടിട്ട് കാര്യമില്ലല്ലോ. 18-ാം നൂറ്റാണ്ടിൽ വഡോദര ഭരിച്ചിരുന്ന പ്രമുഖ രാജവംശമായിരുന്ന ഗേക്വാദ് രാജകുടുംബത്തിൻ്റെ വസതിയായിരുന്നു ഈ കൊട്ടാരം. സയാജി റാവു ഗേക്വാദ് മൂന്നാമനാണ് 1890-ൽ ലക്ഷ്മി വിലാസ് പാലസ് പണി കഴിപ്പിച്ചത്. 170 മുറികളുള്ള ഈ കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് മേജർ ചാൾസ് മാൻഡ് എന്ന ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ്. 12 വർഷം തുടർച്ചയായിട്ട് പണിയെടുത്തിട്ടാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇൻഡോ സാക്സണിക് വാസ്തുവിദ്യ അനുസരിച്ചാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ 4 ഇരട്ടി വലുപ്പമുള്ള ഈ കൊട്ടാരത്തിൻ്റെ ഒരു റൂം മുഴുവനായിട്ട് വെള്ളി പൂശിയിരിക്കുകയാണ്. സിൽവർ റൂം എന്നാണ് ഈ റൂം അറിയപ്പെടുന്നത്. മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ കൊട്ടാരത്തിൽ ഇപ്പോഴും താമസമുണ്ടെന്നുള്ളതാണ് മറ്റു കൊട്ടാരങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് പബ്ലിക്കിന് വിസിറ്റ് ചെയ്യാൻ അനുവാദമുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാമറ ഇതിൻ്റെ ഉള്ളിൽ അലൗഡല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഗൈഡുകളുടെ സേവനം ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓഡിയോ ഗൈഡ് പ്ലേ കേട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലെ മുറികളിലൂടെ നമ്മൾ നടക്കേണ്ടത്. ഇതിൽ ഒരു മുറിയിൽ നിറയെ പഴയകാലത്തെ യുദ്ധോപകരണങ്ങളുടെ ശേഖരമാണ്. കൂടാതെ കൊത്തുപണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു രാജധാനി എടുത്തു പറയേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പ്രത്യേകതരം ചെടികളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഉദ്യാനവും ഇതിൻ്റെ അകത്തുണ്ട്. എഴുന്നൂറ് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ താമസക്കാർ മാർജി സിംഗ് ഗേക്വാദും ഭാര്യ രാധിക രാജെ ഗേക്വാദുമാണ്. വഡോദരയിലെത്തിയാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കൊട്ടാരം തന്നെയാണിത്. കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.